ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് IT ആൻഡ് സൈബർ ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർഡ്വെയറിൽപ്പെട്ട ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ വന്ന PYQയും കണക്റ്റിംഗ് ഫാക്റ്റും എക്സ്പെക്റ്റിംഗ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 2 ആണ്. ക്ലാസ്സിലേക്ക് നോക്കാം. ഈ ഭാഗം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹാർഡ്വെയർ എന്ന ടോപ്പിക്കിൽ ബാക്കിയുള്ള CPU, പിന്നെ മദർ ബോർഡ് ഉണ്ട്, മെമ്മറി, പെരിഫറലുകൾ ആൻഡ് പോർട്ടുകളാണ്. അതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് CPU അതുപോലെ തന്നെ മെമ്മറിയാണ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്. 100% ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞൊരു മേഖലയാണ് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. പെരിഫറലുകൾ, പോർട്ടുകൾ, മദർ ബോർഡ്. അപ്പം മദർ ബോർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട ഈ പ്രോസസ്സർ അങ്ങനെയുള്ള ഭാഗങ്ങൾ എല്ലാത്തരം പാർട്ടുകളും എല്ലാ ഡിവൈസുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് മദർ ബോർഡിലാണ്. പിന്നെ പെരിഫറൽ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്തിട്ടുള്ള ബാഹ്യ ഉപകരണങ്ങൾ ഉണ്ടാവല്ലോ. ഈ മദർ ബോർഡിനുള്ളിൽ വരുന്ന പ്രൈമറി മെമ്മറി ഒഴിച്ചിട്ടുള്ള ബാക്കി ഉപകരണങ്ങൾ പെരിഫറലുകളിൽ പെടും. അതായത് നമ്മൾ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതുപോലെ എന്താണ് ഇവിടെയുള്ള സെക്കൻഡറി മെമ്മറി, എക്സ്റ്റേണൽ നമ്മുടെ ഡിവൈസുകളില്ലേ, ക്യാമറകൾ, ആശയവിനിമയ ഉപകരണങ്ങളില്ലേ, ക്യാമറകൾ, അങ്ങനെയുള്ള ഹെഡ്സെറ്റ്, അതൊക്കെ തന്നെ പെരിഫറലുകൾ വരും. പിന്നെ പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്യുമ്പോൾ പ്ലഗിൽ നിന്ന് ഫോണിലേക്ക് കുത്തുന്ന ഒരു ഭാഗമില്ല, ഒരു സോക്കറ്റില്ല, അതാണ് പോർട്ട് എന്നറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് പോർട്ടുകൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണം അല്ലേ. നമ്മൾ എന്താണ് ഇൻപുട്ട് ഡിവൈസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അതായത് കീബോർഡിനെ, മൗസിനെ, പ്രിന്ററിനെ, സ്കാനറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടുകളുണ്ട്. അപ്പോൾ ഒരുപാട് പോർട്ടുകൾ വേണം അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് പോർട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ കമ്പ്യൂട്ടർ മോണിറ്റർ ഈസ് കണക്റ്റഡ് ടു CPU ത്രൂ. കമ്പ്യൂട്ടർ മോണിറ്റർ ഈസ് കണക്റ്റഡ് ടു CPU ത്രൂ. ഏത് വഴിയാണ്? കേബിൾ വഴി. കേബിൾ വഴിയല്ലേ കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ കേബിൾ വഴിയാണ് CPUയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. CPU പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മദർ ബോർഡുമായിട്ടുള്ളൂ. മദർ ബോർഡ് കണ്ടെയ്ൻസ് CPU സോക്കറ്റ്, പെരിഫറലുകൾ, പെരിഫറൽ പോർട്ടുകൾ, എക്സ്പാൻഷൻ സ്ലോട്ടുകൾ, പവർ കണക്ടർ അല്ലേ. അപ്പൊ മദർ ബോർഡിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും സംഭവങ്ങൾ എന്തിലുണ്ട്? മദർ ബോർഡിലുണ്ട്. നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. അതിൽ ഇത് കണ്ടോ. അപ്പം മദർ ബോർഡ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ CPU എന്ന് പറഞ്ഞ വലിയൊരു പെട്ടിയില്ലേ, അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇതാണ് പ്രോസസ്സർ, മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ CPU എന്നറിയപ്പെടുന്ന ചിപ്പ്. ഓക്കെ, അത് മദർ ബോർഡിനുള്ളിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകൾ ഇവിടെയുണ്ട്. പവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലഗിൽ കുത്തിക്കഴിഞ്ഞാൽ ആ ഒരു വയർ CPUയിലേക്ക് പോകുന്നില്ലേ, അതിവിടേക്കാണ് വരുന്നത്. പിന്നെ CPU സോക്കറ്റ് എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് CPU ആണ്, നമ്മളെ മെമ്മറി ചിപ്പ്. ഇപ്പം ഞാൻ എടുക്കും CPU, മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ എന്താവും? നല്ല ചൂടുണ്ടാവും അല്ലെ. അപ്പൊ ആ ചൂടിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു ഫാനും ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഹീറ്റിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റവും ഇവിടെയുണ്ട്. കണ്ട, ഹീറ്റ് സിങ്ക് ഉണ്ട്. ഹീറ്റിനെ, ചൂടിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ചൂടാവില്ലേ, അപ്പൊ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റ് സിങ്കും ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു ഫാൻ, നമ്മുടെ ഈ എക്സോസ്റ്റിംഗ് ഫാനിലെ അതുപോലെ കുഞ്ഞി ഫാനും ഇതിനുള്ളിലുണ്ട്. അത് മൂന്നും കൂടിയിട്ടാണ് നമ്മളെ CPU സോക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രോസസ്സർ ഇവിടെയുണ്ട്, ഹീറ്റ് സിങ്ക് ഉണ്ട്, അതുപോലെ ഫാൻ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കീബോർഡിനെയും മൗസിനെയും പ്രിന്ററിനെയും സ്കാനറിനെയും ഒക്കെ കണക്ട് ചെയ്യുന്നത് പോർട്ടുകൾ വഴിയല്ലേ. നമ്മൾ ആ പ്രോസസ്സർ എന്ന് പറയുന്ന CPU എന്ന് പറയുന്ന ബോക്സിലേക്കല്ലേ കുത്തി കൊടുക്കുന്നത്. അതൊക്കെ പോയിട്ട് വരുന്നത് ഇവിടെയാണ്. കണ്ട, മദർ ബോർഡിലേക്കാണ് അതിന് മൊത്തം ഇൻസ്റ്റാളേഷനും കിടക്കുന്നത്. കണ്ട, കണക്ഷൻസ് പിക്ചർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. കണക്ടേഴ്സ് ഫോർ ഇന്റഗ്രേറ്റഡ് പെരിഫറൽ പോർട്ടുകൾ അല്ലെ. അപ്പൊ നോക്കിയേ, പുറത്തുള്ള ഡിവൈസുകളാണല്ലോ ഈ പെരിഫറലുകൾ, അവയെ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളാണ് ഇത്. ഇഷ്ടംപോലെ പോർട്ടുകളുണ്ട് കണ്ടില്ലേ. കീബോർഡിനെയും മൗസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. RJ45 കണക്ട് ചെയ്യാൻ വേണ്ടി, അതിന് ഒരുപാട് പ്രിന്റർ, സ്കാനർ എല്ലാത്തിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ CPUവിന്റെ മുകളിലാണ് കുത്തുന്നത്, പക്ഷെ ഒക്കെ എത്തിച്ചേരുന്നത് ഇവിടെയാണ്. ഇനി ഇപ്പൊ ഇത്രയും പോർട്ടുകൾ ഇവിടെ ഉണ്ടല്ലോ, അതായത് 3, 4, 5, 6, 8 പോർട്ടുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഈ 8 പോരാ, 2 കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള എക്സ്പാൻഷൻ സ്ലോട്ടുകളും ഇതിൽ
അവൈലബിൾ ആണ്. പിന്നെ CMOS ആയിട്ട് ബാക്കപ്പ് ബാറ്ററിക്കുള്ള സംഭവമുണ്ട്. ഇതാണ് മദർ ബോർഡിന്റെ ഒരു ഔട്ട്ലൈൻ. നമുക്കൊരു പറയാൻ പറ്റുന്ന ഒരു പിക്ചർ ഇതാണ്. അപ്പൊ മദർ ബോർഡ് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഭാഗത്തേക്ക് പോകുന്നു. ഏതാണ്? പ്രൊസസ്സറിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ മോണിറ്റർ ഈസ് കണക്റ്റഡ് ടു CPU ത്രൂ കേബിൾ വഴി അല്ലെ. മോണിറ്ററിനെ എന്താണ് പ്രൊസസ്സറിലേക്ക് കണക്ട് ചെയ്യുന്നത് കേബിൾ വഴിയാണ് അല്ലെ. കമ്പ്യൂട്ടർ മോണിറ്റർ ഈസ് കണക്റ്റഡ് ടു CPU ത്രൂ മോണിറ്റേഴ്സ് അല്ലെ. CPU എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് അല്ലെ. CPU ആണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. നമ്മളെ കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ് ഉണ്ട് അല്ലെ. 5 ജനറേഷൻ ഉണ്ടല്ലോ. അതില് 4ാമത്തെ ജനറേഷനിലാണ് മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ പ്രോസസർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഇതാ, ഫസ്റ്റ് മൈക്രോ പ്രോസസർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസറാണ് ഇന്റൽ 4004. ഇഷ്ടംപോലെ മൈക്രോ പ്രോസസർ നിലവിലുണ്ട് കേട്ടോ. ആദ്യത്തെ മൈക്രോ പ്രോസസർ ആണ് ഇത് ഇന്റൽ 4004 ആണ് ഫസ്റ്റ് മൈക്രോ പ്രോസസർ. ഇനി നിലവിൽ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസറുകൾ ഒരുപാടുണ്ട്. നമ്മൾ SCERT തന്നത് മാത്രം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റലിന്റെ Core i3 ഉണ്ട്, i7 ഉണ്ട്, സോറി i5 ഉണ്ട്, i5 ഉണ്ട്, ഇന്റലിന്റെ Core i3 ഉണ്ട്, i5 ഉണ്ട്, i7 ഉണ്ട്. പിന്നെ AMD Quad Core ഉണ്ട്, പിന്നെ ആപ്പിളിന്റെ ഉണ്ട്. ഇതൊക്കെ തന്നെ നിലവിൽ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസറാണ്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പെന്റിയം എന്നൊക്കെ പറഞ്ഞിട്ട് Pentium 4 ഒക്കെ കേട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ എന്താണ് മൈക്രോ പ്രോസസർ നിലവിൽ ഉപയോഗിക്കുന്നത്. ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞ SCERT പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ ആണ് ഇന്റൽ 4004. ഇനി നമുക്കൊരു ഡിഗ്രി ലെവൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ തദ്ദേശികമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മൈക്രോ പ്രോസസർ ആണ് ശക്തി. അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. ഇന്ത്യ തദ്ദേശികമായി വികസിപ്പിച്ചെടുത്ത മൈക്രോ പ്രോസസർ ആണ് ശക്തി. ഓക്കെ, അതായിരുന്നു ഒന്നാമത്തെ ഓപ്ഷൻ. അതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വന്നത്. ഇത് വികസിപ്പിച്ചെടുത്തത് IIT ഓഫ് മദ്രാസിൽ വെച്ചിട്ടാണ്. നമുക്ക് ഓപ്ഷനിൽ വന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു. ശരിയായത് ഏതെന്ന് ചോദിച്ചിട്ട് ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ചെടുത്ത മൈക്രോ പ്രോസസർ ശക്തി, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ആയിട്ട് വന്നിട്ടുള്ളത് ഇത് വികസിപ്പിച്ചെടുത്തത് IIT ഓഫ് ഹൈദരാബാദ് ആണ് എന്നാണ്. അപ്പോൾ ഇത് ഓർക്കണം, IIT ഓഫ് മദ്രാസിൽ വെച്ചിട്ടാണ്, തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ ഓർത്താൽ മതി, ശക്തി എന്ന് പറയുമ്പോൾ ഒരു തമിഴ് പേരാണ് അല്ല, പക്ഷെ അങ്ങനെ ആക്കും നമ്മള്. അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാ തമിഴ് മൂവിയിലും ഒരു പേരുണ്ടാവില്ലേ, ശക്തി, അല്ലെങ്കിൽ ശക്തി വേല ഇതെന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ശക്തി തമിഴ്നാട്ടിൽ നിന്നാണ് ഓർത്ത് വെക്കും. അപ്പൊ എന്ത് കിട്ടും? ഓപ്ഷൻ ഇത് അവിടെ കിട്ടും, IIT ഓഫ് മദ്രാസ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ SOS എന്നാണ് ഓപ്ഷൻ വന്നുള്ളത്. ഇവിടെ SOC ആണ്, കംപ്ലീറ്റ് സിസ്റ്റം ഓൺ ചിപ്പ്. നമുക്ക് അത്ര ആവശ്യമില്ല, പക്ഷെ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് എടുത്തിട്ടാണ്. ഇന്ത്യ തദ്ദേശികമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മൈക്രോ പ്രോസസർ ആണ് ശക്തി. വികസിപ്പിച്ചെടുത്തത് IIT ഓഫ് മദ്രാസ്. ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാല് SOC, കംപ്ലീറ്റ് സിസ്റ്റം ഓൺ ചിപ്പ് ആണ്. അപ്പോൾ ഇത് ആരുടെ വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് പ്രൊജക്ട് ആണല്ലേ. പ്രൊജക്ട് ഫണ്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് മൈക്രോ പ്രോസസർ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഒന്നുകിൽ ഇത് CPU എന്ന പേരിൽ അറിയപ്പെടും, അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ എന്ന പേരിൽ അറിയപ്പെടും, അല്ലെങ്കിൽ പ്രോസസർ എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കിപ്പോഴും ഒരു CPU എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു വലിയ ബോക്സ് ആണ്, പെട്ടിയാണ് ഓർമ്മ വരും അല്ലെ. ആക്ച്വലി ഈ CPU എന്ന് പറയുന്ന പ്രോസസർ എന്ന് പറയുന്ന മൈക്രോ പ്രോസസർ ഇതൊരു ചിപ്പാണ്. കണ്ടോ, ഇതൊരു ചിപ്പാണ് അല്ലെ. പിക്ചർ ക്ലിയർ ആയിരിക്കുമല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലെ. ഇതൊരു ചിപ്പാണ്. ഇവിടെ കണ്ട ഇന്റൽ Core i5, AMD Quad Core, ഇത് പിന്നെ കണ്ടറിയാം അല്ലെ, ആപ്പിൾ. ഇതൊക്കെ പ്രോസസറാണ്. നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ താഴത്തെ നിലവിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രോസസർ എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്, പ്രോസസർ എന്ന് പറയുന്നത് ഒരു ചിപ്പാണ്. അങ്ങനെയൊക്കെയാണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു ചിപ്പാണ്. കണ്ടോ, ഇതൊരു ചിപ്പാണ്, മെമ്മറി ഒന്നും അല്ല. ഇതെന്താണ്? ഒരു ചിപ്പാണ്. അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതാണ് പ്രോസസർ. അപ്പൊ കണ്ടു കഴിഞ്ഞ് ചിത്രം കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോലല്ലോ അല്ലെ. അപ്പൊ ഈ ചിപ്പ് നമ്മളെ ഫോണിലെ മെമ്മറി ഒക്കെ പോലത്തെ ഒരു ചിപ്പാണ്. ഇനി മെയിൻ കമ്പോണൻസ് ഓഫ് CPU, നെക്സ്റ്റ് റിപ്പീറ്റഡ് PYQ ആണ്.
CPU എന്ന് പറയുന്ന സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറിന്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. ALU അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. എല്ലാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും അവിടെ വെച്ചാണ് നടക്കുന്നത്, ഇല്ലേ? ഇനി കൺട്രോൾ യൂണിറ്റ്, അതും പ്രോസസറിന്റെ ഉള്ളിൽ തന്നെയാണ്. രജിസ്റ്റർ, അതും പ്രോസസറിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇവയൊക്കെ തന്നെ ശരിയാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ രജിസ്റ്റർ ഇല്ലാണ്ട് ഇവിടെ മെമ്മറി എന്നും വരാറുണ്ട്. രജിസ്റ്റർ ഉണ്ടാവൂല. ഓക്കെ, ഉണ്ടെങ്കിലും നാലാമത്തെ ഓപ്ഷനായിട്ട് മെമ്മറി വന്നിട്ട് ഇവയെല്ലാം 1, 2 അങ്ങനെ ശരിയാണ്, 2, 3 ശരിയാണ്, അങ്ങനെയൊക്കെ ഓപ്ഷൻ വരുമല്ലോ. അങ്ങനെ വന്നാലും ഇത്രയും സംഭവങ്ങൾ എന്തിൻ്റെ ഉള്ളിലുണ്ട്? CPU-ന്റെ ഉള്ളിലുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെ ഒന്ന് നോക്കിക്കോളെ. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് പ്രവർത്തനമാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഈ പ്രോസസ്സർ എടുക്കേണ്ടത് കൊണ്ട് ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ഇൻപുട്ട് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് എങ്ങോട്ടേക്ക് പോകുന്നു? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലേക്ക് പോകുന്നു. എന്നിട്ട് പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഈ ഇൻപുട്ട് ഡാറ്റ കൊടുക്കുന്നത് പ്രോസസ്സറിലേക്കാണ് പോകുന്നത്. പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി ഈ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ എന്തൊക്കെയുണ്ട് നോക്കിയേ. നമ്മൾ പറഞ്ഞു ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടും പ്രൈമറി മെമ്മറിയാണ്. അവിടെ ഒരു PVQ ഉണ്ട്. പ്രോസസ്സറിനോട് അടുത്ത് കിടക്കുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി മെമ്മറി എവിടെയാണ് കിടക്കുന്നത്? പുറത്തല്ലേ. അപ്പൊ സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറി വഴി മാത്രമേ എവിടെ എത്തുന്നുള്ളൂ? പ്രോസസ്സറുമായി കോണ്ടാക്ട് ഉള്ളൂ. അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓർക്കുക, CPU-നുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ALU, CU, രജിസ്റ്റർ, മെമ്മറി. മെമ്മറി രണ്ടായി തിരിച്ചിട്ടുള്ളതാണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. പിന്നെ ഇവിടെ ക്യാഷിനൊക്കെ ഉണ്ട്, രജിസ്റ്ററും ഉണ്ട്, അല്ലെ? ഇത് രണ്ടും താൽക്കാലിക മെമ്മറികളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെർവ് സെന്റർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. താഴത്തുണ്ട് കമ്പ്യൂട്ടറിന്റെ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. CPU എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആണല്ലേ. അപ്പോ ഇതിന്റെ എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. എൻറ്റയർ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പൊ ALU-ന്റെ ഡ്യൂട്ടി എന്താണ്? അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ, എല്ലാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും അതുപോലെ തന്നെ ലോജിക്കൽ കാൽക്കുലേഷനില്ലേ, ഗേറ്റുകളില്ലേ, ആൻഡ്, ഓർ, അങ്ങനെയല്ല, എന്താണ്, നാൻ ഗേറ്റുകളൊക്കെ അല്ലേ, ഗേറ്റുകളുടെ ഓപ്പറേഷനും ഇവിടെ നിന്നാണ് നടക്കുന്നത്. പിന്നെ റാമും റോമും മെമ്മറിയാണ് അല്ലെ. അപ്പൊ നെർവസ് സെന്റർ എന്നറിയപ്പെടുന്നത് കൺട്രോൾ യൂണിറ്റ്. ഇനി നമ്മള് രജിസ്റ്റർ പറഞ്ഞല്ലോ. രജിസ്റ്റർ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറിന്റെ ഉള്ളിലുണ്ട് അല്ലെ. അപ്പോ രജിസ്റ്റർ പ്രധാനമായിട്ടും 5 തരത്തിലാണ് ഉള്ളത്. രജിസ്റ്റർ പ്രധാനമായിട്ടും 5 തരത്തിലുണ്ട്. അവയാണ് മെമ്മറി ബഫർ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, പിന്നെ എ രജിസ്റ്റർ എന്നറിയപ്പെടുന്നത്. മെമ്മറി ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റയാണ്. മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റയുടെ അഡ്രസ് ആണ് കേട്ടോ, ഡാറ്റയുടെ അഡ്രസ്. ഇനി ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷനും, പ്രോഗ്രാം കൗണ്ടറിൽ അഡ്രസ് ഓഫ് ഇൻസ്ട്രക്ഷനും, AR എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളെ സ്റ്റോർ ചെയ്യുന്നു. ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളെ സ്റ്റോർ ചെയ്തു. നോക്കാം, നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡാറ്റ വേണ്ടേ? വേണം. അപ്പോൾ ഡാറ്റ വേണം. ഈ ഡാറ്റ സേവ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? അഡ്രസ് ഓഫ് ഡാറ്റ. അഡ്രസ് ഓഫ് ഡാറ്റ. എന്നിട്ട് ഇത്രയും ഡാറ്റയെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? എന്ത് പ്രോഗ്രാമാണ് ചെയ്യേണ്ടത് എന്നൊരു ഇൻസ്ട്രക്ഷൻ വേണമല്ലോ. അതാണ് IR, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലെ. ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിന്റെ അഡ്രസ് ആണ് അഡ്രസ് ഓഫ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഡാറ്റ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയാ, മാർക്കറ്റിൽ പോയിട്ട് കുറേ പച്ചക്കറി വാങ്ങിയെന്ന് വെച്ചോ, ആ വെജിറ്റബിൾസ് ആണ്
ഡാറ്റ. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിട്ട് വെജിറ്റബിൾ ഡാറ്റ അല്ലെ, ഡാറ്റയാണ് ഇവിടെ. എന്ത് ഡാറ്റ ആണ് വെജിറ്റബിൾ അല്ലെ. അപ്പൊ നമ്മളെ കയ്യിലെ വെജിറ്റബിൾ എന്താണ്? ഡാറ്റയാണ്. ഓക്കെ, ഈ വെജിറ്റബിളിനെ നമ്മളൊരു സ്ഥലത്തുകൊണ്ട് വെച്ച്, കിച്ചണിൽ അടുക്കളയെ കൊണ്ട് വെച്ച്. ഓക്കെ, അപ്പൊ വെജിറ്റബിൾ എവിടെയാണ് വെച്ച് എന്ന് ചോദിച്ചാൽ എന്താ, വാങ്ങിയിട്ട് എവിടെ കൊണ്ട വെച്ച് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അടുക്കളയിൽ വെച്ചിട്ട് എന്താ പറയാ? അതാണ് ഈ വെജിറ്റബിളിന്റെ അഡ്രസ്. അപ്പൊ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? കിച്ചൺ. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ഡാറ്റ വെക്കുന്ന സ്ഥലമാണ് അഡ്രസ് ഓഫ് ഡാറ്റ. നമ്മൾ വാങ്ങിയ വെജിറ്റബിൾസ് ഡാറ്റയാണ്, അത് കൊണ്ടുവച്ച സ്ഥലമാണ് വെജിറ്റബിളിന്റെ അഡ്രസ്. ക്ലിയർ ആണോ? എന്നിട്ട് ഇത്രപാട് വെജിറ്റബിൾസ് ഉണ്ട്, ഇതിനെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? സാമ്പാർ വെക്കണം, അവിയൽ വെക്കണം ഇല്ലേ? അവിടെ നമുക്ക് എന്ത് കിട്ടണം? ഇൻസ്ട്രക്ഷൻ കിട്ടണ്ടേ? അല്ലാണ്ട് എല്ലാം കൂടി വെട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവിടെ ഇൻസ്ട്രക്ഷൻ വന്നു, സാമ്പാറാണ് ഫസ്റ്റിലത്തെ ഓപ്ഷൻ എന്ന് വെച്ചോ. അപ്പൊ സാമ്പാർ എന്ന് പറയുന്നതാണ് ഇവിടെ ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇവിടെ അഡ്രസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഭാഗം കാലിയാണ്. അപ്പൊ നമ്മള് രണ്ടാമത് അവിയലാണ് വെക്കുന്നതെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ ഇവിടെ വന്ന് വെക്കും. അപ്പൊ ശരിക്കും നമുക്ക് ഈ എന്താ പറയാ, PC എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് വരിക. ക്ലിയർ ആയല്ലോ? വെജിറ്റബിൾ ഡാറ്റ, വെച്ച സ്ഥലം കിച്ചൺ ആണ്, അഡ്രസ് ഓഫ് ഡാറ്റ, ഇൻസ്ട്രക്ഷൻ സാമ്പാർ. അപ്പൊ ഇവിടെ കാലിയാണ്, ഇവിടെ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വരും, അടുത്ത ആൾ വരും. അതാണ് PC. എത്ര പ്രോഗ്രാം ഉണ്ടെന്ന് ഇവിടെ നിന്ന് അറിയാം. ഓരോന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാലി ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റും എത്ര പ്രോഗ്രാമാണ് ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഡാറ്റ വേണം, ഡാറ്റ വെക്കുന്ന സ്ഥലമാണ് അഡ്രസ് ഓഫ് ഡാറ്റ, അതിന് ഇൻസ്ട്രക്ഷൻ വേണം, എന്ത് പ്രോഗ്രാമാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന്റെ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് എവിടെ വരുന്നത്? PC പ്രോഗ്രാം കൗണ്ടറിൽ വരുന്നത്. ഇവിടെ നോക്കിയേ, കണ്ടോ? ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഡാറ്റ ബഫർ ആണ്, ഡാറ്റ ബഫർ രജിസ്റ്റർ. ഇനി അഡ്രസ് ഓഫ് ഡാറ്റ വരുമ്പം പേര് തന്നെയുണ്ട്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. അഡ്രസ് ഡാറ്റയുടെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി IR എന്ന് പറഞ്ഞാൽ എന്താ അതിലുള്ളത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലേ, പേര് തന്നെയുണ്ട്, ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നു. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് സാമ്പാർ വെക്കണ്ട, അടുത്ത ഇൻസ്ട്രക്ഷൻ കാരണം അല്ലെ? അതാണ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അക്യുമുലേറ്റർ അല്ലെങ്കിൽ A രജിസ്റ്റർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രജിസ്റ്റർ ആണ്. ഇത് ALUമായി പ്രവർത്തിച്ചിട്ടാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഇതില് സ്റ്റോർ ദി ഇന്റർമീഡിയറ്റ് റിസൾട്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന റിസൾട്ടുകൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, പ്രോസസ്സറിൽ ഒരു 10 പ്രോഗ്രാം ഉണ്ട് വെച്ചോ. അപ്പൊ 5 പ്രോഗ്രാമും അല്ലെങ്കിൽ 9 പ്രോഗ്രാമും ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ആ റിസൾട്ടുകൾ ഇവിടെ കൊണ്ടുവെക്കും, ARൽ കൊണ്ടുവെക്കും. എന്നിട്ട് 10ഉം ആയാൽ മാത്രം, കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ AR പ്രോസസ്സറിലേക്ക് ഡാറ്റനെ വിട്ടുകൊടുക്കുന്നുള്ളൂ അല്ലെ? ഇപ്പൊ ഒരു ഡൗട്ട് വരും, എന്തിനാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, എന്തിനാണ് ഈ രജിസ്റ്ററിന്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മൾ നേരത്തെ പിക്ചറിലെ നമ്മൾ ഒരു എന്താ പറയാ, പ്രോസസ്സറിന്റെ ഈ ചിത്രം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡറി മെമ്മറി ഇതാണ്, പ്രൈമറി മെമ്മറിയിലേക്ക് ഡാറ്റ വരുന്നു, പ്രോസസ്സർ ചെയ്യുന്നു, എന്നിട്ടാണ് റിസൾട്ട് വരുന്നത് അല്ലെ? അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത എല്ലാ ഇൻഫർമേഷനും, എല്ലാ ഡാറ്റയും സേവ് ആകുന്ന എവിടെയാണ്? സെക്കൻഡറി മെമ്മറി, ഹാർഡ് ഡിസ്കിലാണ് അല്ലെ? കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്താലും സ്വിച്ച് ഓഫ് ആക്കിയാലും ഒന്നും ആ ഡാറ്റ പോകുന്നില്ല. അപ്പൊ പെർമനന്റ് മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. ഹാർഡ് ഡിസ്കിലാണ് ഡാറ്റ സ്റ്റോർ ആവുക, അതാണ് സേവിങ്. ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യുന്ന പ്രക്രിയയാണ് സേവിങ് എന്നറിയപ്പെടുന്നത്. നമുക്ക് ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ വന്ന ഡാറ്റ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പം ഹാർഡ് ഡിസ്ക് പ്രൈമറി മെമ്മറിയിലേക്ക് വിടുന്നു, അവിടുന്ന് പ്രോസസ് ചെയ്ത് റിസൾട്ട് വീണ്ടും മെമ്മറിയിലേക്ക് വരുന്നു, എന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് അവിടെ കിട്ടുന്നത്. അപ്പം ഈ ഹാർഡ് ഡിസ്കിൽ നിന്നും ഡാറ്റ ഇങ്ങനെ പ്രൈമറി മെമ്മറിയിലേക്ക് വരുന്നു. ഭയങ്കര സ്ലോ ആയിട്ട് ഡാറ്റ വരിക. അങ്ങനെ പ്രൈമറി മെമ്മറിയിൽ എത്തിയ ഡാറ്റ ഇവിടെയാണ് റാമും റോമും കിടക്കുന്നത് അല്ലെ? റാം എന്ന് എന്ത് ചെയ്യുന്നു? വീണ്ടും പ്രോസസ്സറിലേക്ക് ഇങ്ങനെ വരും അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാർഡ് ഡിസ്കിൽ നിന്ന് പ്രോസസ്സറിലേക്ക് ഡാറ്റ വരുന്നത്. അപ്പം ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഹാർഡ് ഡിസ്ക് ഡാറ്റ വിട്ടു കൊടുക്കുക, വരുക ഭയങ്കര സ്ലോ ആണ് ഹാർഡ് ഡിസ്ക്.
റാമിൽ എത്തിക്കഴിഞ്ഞാൽ റാം കുറച്ചും കൂടി വേഗതയിൽ കൊടുക്കും. ഇനി അതിന് ഇവിടെ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ഇവിടെ എത്തിയ ഡാറ്റനെ വളരെ വേഗത്തിൽ ആർക്ക് കൊടുക്കും? പ്രോസസ്സറിന് കൊടുക്കും. എന്നിട്ട് ഈ പ്രോസസ്സറിൽ ഒരുപാട് ഡാറ്റയായി. അപ്പൊ അങ്ങനെ പ്രോസസ്സറിൽ ഡാറ്റ കൂടുമ്പം അതിനെ ക്രമീകരിക്കണം അല്ല, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അവിടെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പ്രോസസ്സറിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു പിക്ചർ വരക്കുന്ന, അതായത് നോക്കിയോളെ, ഹാർഡ് ഡിസ്കിൽ നിന്നും ഡാറ്റ പ്രോസസ്സറിലേക്ക് എത്തുന്നു ഭയങ്കര സ്ലോ ആയിട്ട്. ഇനി ഇവിടെ റാം ഉണ്ടെങ്കിൽ റാമിൽ എത്തിയ ഡാറ്റേനെ റാം ഇത്രയും കൂടി സ്പീഡിൽ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു. അതിനിടയിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, ക്യാഷ് ഉണ്ടാവും, ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷിലെത്തിയ ഡാറ്റേനെ ക്യാഷ് അറ്റ് എ ടൈമിൽ പ്രോസസ്സറിന് കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷാണ് അവിടെ ഫാസ്റ്റായിട്ട് ഡാറ്റ കൊടുക്കുന്നത് അല്ലേ. അങ്ങനെ വന്ന് പ്രോസസ്സറിലേക്ക് ഡാറ്റ എത്തി, ഒരുപാട് ഡാറ്റ ഉണ്ട്. അപ്പൊ പ്രോസസ്സറിനെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആരുള്ളത്? രജിസ്റ്റർ ഉള്ളത് അല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഓർത്തോക്കണം, പ്രോസസ്സറിനോട് അടുത്ത് കിടക്കുന്ന മെമ്മറി പ്രൈമറി മെമ്മറിയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. The elapsed time between the time of a program is submitted and time when it is completed by the CPU. അതായത് CPU ഒരു ജോലി കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയമാണ് ഏതാണ്? ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം ആണ്. CPU ഒരു ജോലി കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം. ഇപ്പൊ എങ്ങനെയാ CPUവിന്റെ ജോലി എന്ന് മനസ്സിലായല്ലോ. അത് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് ടൈം. ഇനി എന്താണ് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു 10 പ്രോഗ്രാം ഉണ്ട്, 2 എണ്ണം കയറി കഴിഞ്ഞാൽ ബാക്കി പ്രോഗ്രാമുകളൊക്കെ തന്നെ എന്താണ്? വെയിറ്റിംഗ് ആണ്. നമ്മൾ ATM കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നു. അപ്പൊ ഞാനാണ് 5ാമത്തെ ആള്. അപ്പൊ എന്റെ മുന്നിലെ 4 ആളും കയറിയാലേ എനിക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ ഇല്ലേ. ഞാൻ അവിടെ വെയിറ്റിംഗ് ആണ് ഇല്ലേ. ഇനി സീക്ക് ടൈമും ലാറ്റൻസി ടൈമും ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് അടുത്ത മെമ്മറിയിൽ ഞാൻ പറയാം. ഓക്കെ ആണല്ലോ. ഇനി എക്സിക്യൂഷൻ ടൈം മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ് കേട്ടോ. എക്സിക്യൂഷൻ ടൈം മെമ്മറിയാണ് ഇത് റാം എന്നറിയപ്പെടുന്നത്. നമുക്ക് ക്യാഷ് ഉണ്ട്, റോം ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഒക്കെ ഉണ്ട്. അപ്പൊ മെമ്മറിയുടെ ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം. അതായത് മെമ്മറി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. പ്രധാനമായും 2 തരത്തിലുള്ള മെമ്മറി ഉള്ളത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിലാണ് ആരൊക്കെ ഉള്ളത്? റാമും ഉണ്ട്, റോമും ഉണ്ട്. ഈ റാമും റോമും വേണമെങ്കിൽ നമുക്ക് ക്യാഷിനെയും കൂടി ഇടാം കേട്ടോ. ഇനി ക്യാഷ് എന്തിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ പ്രൈമറി തന്നെയാണ് വരുന്നത്. സെക്കൻഡറിയിൽ വരുമ്പോൾ അവിടെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, ഫ്ലാഷ് മെമ്മറി ഉണ്ട്. നമ്മൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടാണ് വന്നത് അല്ലെ. സെക്കൻഡറി മെമ്മറിയെ ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രിലിംസിനതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റാമും റോമും ആണ് പ്രൈമറി മെമ്മറിയിലെ പ്രധാനപ്പെട്ട മെമ്മറികൾ. നോക്കാം. അപ്പം മെമ്മറി പ്രധാനമായും 2 തരത്തിൽ, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, ഇനി പ്രൈമറിയില് റാം, റോം, ക്യാഷ്. മെയിനായിട്ട് റാം, റോം, പിന്നെ ക്യാഷ് ഏത് ലിസ്റ്റിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെയാണ് വരുന്നത്. സെക്കൻഡറി വരുമ്പോൾ കണ്ടോ, നമ്മൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, ഹാർഡ് ഡിസ്ക് ഏതിലാ പെടുന്നതെന്നാണ് ചോദിച്ചത്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടാപ്പ് ഓർ കാസറ്റ്. ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് വരുമ്പോൾ CD, DVD, ബ്ലൂറേ ഡിസ്ക്. ഫ്ലാഷ് മെമ്മറി വരുമ്പോൾ പെൻ ഡ്രൈവ്, USB ഡ്രൈവ് ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഇതില് ഈ പ്രൈമറി മെമ്മറിയിൽ എന്നും നമുക്ക് റാമിനെയും റോമിനെയും കാണുമ്പോൾ സംശയമാണ് അല്ലെ, ഏതാണ് എപ്പോഴും ചോദിക്കുന്നുണ്ട്. വൊളറ്റൈൽ ഏത്, നോൺ വൊളറ്റൈൽ ഏത് എന്നൊക്കെ അല്ലെ. അപ്പൊ ഓർത്ത് വെക്കണം, രണ്ടും തന്നെ ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് R-ലാണ്. പിന്നെ ആൽഫബറ്റിൽ ആദ്യം വരുന്ന ആരാണ്? റാമാണല്ലോ. അപ്പൊ അതാണ് കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട മെമ്മറി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളെ. പ്രൈമറി മെമ്മറിയാണ് റാമും റോമും. പ്രോസസ്സറിനോട് അടുത്ത് കിടക്കുന്നതാണ് പ്രൈമറി മെമ്മറി. റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഒരുപാട് തവണ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ്. ഇനി ക്യാഷിന്റെ പൊസിഷൻ ഒന്ന് നോക്കിക്കോളെ. അപ്പൊ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും പ്രധാനമായും 2 തരത്തിലുള്ള മെമ്മറി ഉണ്ട്. ക്യാഷ് മെമ്മറി ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്. ഇതൊക്കെ താൽക്കാലിക മെമ്മറികളാണ്. എന്നാലും ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഇവിടുന്ന് ഏറ്റവും വേഗതയാർന്ന മെമ്മറി ഏതാണ്? ഓക്കെ, ഏറ്റവും വേഗതയിൽ എല്ലാം വെച്ച് നോക്കുമ്പോൾ പെർമനന്റ് ആയാലും ടെമ്പററി ആയാലും മെമ്മറികളിലെ ഏറ്റവും വേഗത ആർക്ക് തന്നെയാണ്? താൽക്കാലിക മെമ്മറിയായ രജിസ്റ്ററിന്. 2ാം സ്ഥാനമാണ് ക്യാഷിന്. 3ാം സ്ഥാനം പ്രൈമറിക്കാണ്. അതിൽ ആദ്യം ആര് വരും? റാം വരും,
പിന്നെ റോം വരും, പിന്നെയാണ് സെക്കൻഡറി മെമ്മറി. ഞാൻ നേരത്തെ വരച്ചപ്പോ പറഞ്ഞില്ലേ ഹാർഡ് ഡിസ്ക് സ്ലോ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ സെക്കൻഡറി മെമ്മറിയിലൊക്കെ തന്നെ സ്ലോ ആണ്, കാണാൻ വലിപ്പം ഉണ്ടെന്നുള്ളൂ, അതൊക്കെ എന്താണ് സ്ലോ ആണ്. ഓക്കെ, ഇനി ക്യാഷിന്റെ പൊസിഷൻ ഒന്ന് നോക്കണേ. ക്യാഷ് നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. ക്യാഷിന്റെ പൊസിഷൻ, അതായത് ക്യാഷ് എവിടെയാണ് നിൽക്കുന്നത്? പ്രോസസ്സറിനും പ്രൈമറി മെമ്മറിക്കും ഇടയിൽ അല്ലെ. PYQ ആണ്. നമുക്ക് ടെക്സ്റ്റിൽ 3 ലൈനാണ് ക്യാഷുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്, 3ഉം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പ്രോസസ്സറിനും പ്രാഥമിക മെമ്മറിക്കും ഇടയിലുള്ള മെമ്മറി ക്യാഷ്. അതുകൊണ്ടാണ് ഞാൻ ചിത്രത്തിൽ ഈ ക്യാഷിനെ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻ ആണ്, പ്രോസസ്സറിനും റാമിനും ഇടയിലുള്ള മെമ്മറി. ഇവിടെ റാമും റോമും അല്ലേ ഉള്ളത്, റാമിനിടയിൽ അല്ലെങ്കിൽ റോമിനിടയിൽ എന്ന് ചോദിച്ചാലും അതെന്താണ് അവിടെ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാഷ് എന്തിനാ ഉപയോഗിക്കുന്നുള്ളതാണ്. നോക്കിയോളെ. അപ്പൊ ഈ ക്യാഷ് മെമ്മറി എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഇടക്കിടക്ക് എടുക്കേണ്ടി വരുന്ന ഡാറ്റ ഉണ്ടാവില്ലേ, ഒരു ഡാറ്റനെ കുറേ ടൈംസ് ആക്സസ് ചെയ്യേണ്ട സമയം വരും. അതായത് ഫോർ എക്സാമ്പിൾ പ്രൈമറി മെമ്മറിയിൽ ഒരു ABC എന്ന് പറഞ്ഞ ഡാറ്റ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ അവസാന വട്ട സമയമാകുമ്പോഴേക്കും പ്രോസസ് ചെയ്യുമ്പോൾ അല്ലെ, പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് പ്രോസസ് അല്ലെ. പലതരത്തിലുള്ള പ്രോസസ് ഉണ്ട്. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ റാമിലേക്ക് എത്തുന്നതും ഒരു പ്രോസസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ABC എന്നുള്ള ഡാറ്റനെ പ്രോസസ്സർ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇതിനെ ഒരു 25 ടൈംസ് പോയെടുക്കുക, വീണ്ടും ആ പ്രോഗ്രാം കഴിഞ്ഞ് അതിന്റെ അടുത്ത ലൈൻ വീണ്ടും എടുക്കുക. അങ്ങനെ ഒരു 20 പ്രാവശ്യമൊക്കെ പോയെടുക്കേണ്ടത് ആവശ്യം വരുന്നെന്ന് വിചാരിക്കുക. 5 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. കുറേ തവണ ഒരു ഡാറ്റനെ നിരന്തരമായിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഡാറ്റയെ പ്രോസസ്സറിന് അടുത്തുള്ള ഇവിടെ കൊണ്ടുവെക്കുന്നു. ക്യാഷിന് ഇവിടെ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ക്യാഷിൽ കൊണ്ടുവെക്കുന്നു. അപ്പം പ്രോസസ്സറിന് ഇത്രയും വന്നാൽ മതിയല്ലോ, സമയ ലാഭം കിട്ടിയില്ലേ. അതാണ് ഇവിടെ അർത്ഥാക്കുന്നത്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് എടുക്കേണ്ടി വരുന്ന ഡാറ്റനെ പ്രോസസ്സറിന് ഏറ്റവും അടുത്തുള്ള ഒരു ലൊക്കേഷനിൽ കൊണ്ടുവെക്കുന്നതാണ് ആ മെമ്മറിയാണ് ക്യാഷ്. ക്യാഷിൽ കൊണ്ടുവെക്കൊന്നും വേണ്ട, ഈ റാമിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് വരുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതിന്റെ എല്ലാത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്യാഷ് കിടക്കും. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡാറ്റ വരുന്ന സമയത്ത് പ്രോസസ്സർ എന്ത് ചെയ്യും? ആ ഡാറ്റ എവിടെ ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും, ഉണ്ടാവും. അതാണ് ക്യാഷിന്റെ ഡ്യൂട്ടി. ഇനി ക്ലിയർ ആയില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ ഭയങ്കര തിരക്കുള്ള സമയങ്ങളിൽ അമ്മമാരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കേണ്ട, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ എന്ത് ചെയ്യും, ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ വെജിറ്റബിൾ ആയിക്കോട്ടെ, എല്ലാം എടുത്തിട്ട് നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് കുക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുവച്ചെന്ന് വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് തവണ ഫ്രിഡ്ജ് തുറന്ന് എടുക്കേണ്ട ഒരു ചാൻസ് ഒഴിവായി കിട്ടും ഇല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളി തക്കാളി എടുക്കാൻ പോകണം, അങ്ങനെ ഓരോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ തുറക്കും നോക്കണം അല്ലേ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് എടുക്കേണ്ടി വരുന്നത് നമുക്കറിയാം ഇന്ന സാധനം വേണം, എല്ലാം കൂടി എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അടുത്ത് ഏറ്റവും നിയറസ്റ്റ് ലൊക്കേഷൻ അല്ലേ. അപ്പം പാചകം ചെയ്തതിന് അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ നമുക്ക് പോയി വരുന്ന ഒരു സമയം നമുക്കവിടെ ലാഭിക്കാം. അതുപോലെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് എടുക്കേണ്ടി വരുന്ന ഡാറ്റേനെ പ്രോസസ്സർ അതിൻ്റെ ഏറ്റവും അടുത്ത ലൊക്കേഷനിൽ കൊണ്ടുവെക്കുന്നത് ആ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പൊ ക്യാഷ് ക്ലിയർ ആയല്ലോ. ക്യാഷിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ഓർത്ത് വെക്കുക, അതുപോലെ അതിന്റെ പൊസിഷൻസും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പ്രധാനപ്പെട്ടതാണ് ക്യാഷ്. ഇനി നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ റാം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറി പ്രൈമറിയിൽ ഇല്ലേ. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി അല്ലെ, റീഡ് ഓൺലി. ഇത് റീഡ് ഓൺലി ആണ്, റീഡ് ചെയ്യാനേ പറ്റും. അതിൽ ആ ചിപ്പില് എന്താണോ സിസ്റ്റം വാങ്ങുന്ന സമയത്ത് എഴുതിയിട്ടുള്ളത് അത് തന്നെയാണ് അവിടെ റീഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലെ. ഇത് റീഡ് ആകുമ്പം ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത്. ഇതെന്ത് വരും, റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി. ഇത് റീഡ് ഓൺലി ആണ്, ഇത് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി. ഇനി ഇത് കമ്പ്യൂട്ടറിന്റെ കൂടെ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന മെമ്മറിയാണ്. ഫുൾ ടൈം വർക്കിംഗ് മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാമാണ്. ഓക്കെ, റോമിന് ആ ഒറ്റ ഡ്യൂട്ടി ഉള്ളൂ, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ബൂട്ടിംഗ് പ്രോസസ് ഇല്ലേ, ബയസ് ഇല്ലേ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ഇത് ചെയ്യുന്ന ഒറ്റ ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, റോമിന്. അത് കഴിഞ്ഞാൽ പിന്നെ റോം ഒരു ജോലിയും ചെയ്യില്ല. ബാക്കി എല്ലാ ജോലിയും ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക, റാമിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ബൂട്ടിംഗ് പ്രോസസ് ചെയ്യുന്നത് റോമാണ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന പ്രക്രിയയാണ് എന്ത്, ആദ്യം നടക്കുന്നത് പോസ്റ്റാണ്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്.
കമ്പ്യൂട്ടറിന്റെ എല്ലാ ഭാഗങ്ങളിലും കറണ്ട് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ നടത്തുന്ന ഒരു മിന്നൽ പരിശോധനയാണ് പോസ്റ്റ്. അതിനുശേഷമാണ് ബൂട്ടിംഗ് നടക്കുന്നത്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന പ്രക്രിയ ഏതാണെന്ന് വെച്ചാൽ ഒരു 95% ക്വസ്റ്റ്യൻ പേപ്പറും ബൂട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. ചിലതിൽ പോസ്റ്റും വന്നിട്ടുണ്ട്. അപ്പൊ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുന്ന പ്രക്രിയ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഹാർഡ്വെയറിന്റെ കൂടെ സോഫ്റ്റ്വെയറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുള്ളൂ ആണല്ലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ് 2 തരത്തിലുണ്ട്. കോൾഡ് ബൂട്ടിങ്ങും വാം ബൂട്ടിംഗ്. വാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന കമ്പ്യൂട്ടർ ചൂടായിട്ടുണ്ടാവും അല്ലെ, അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. കോൾഡ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഷട്ട് ഡൗൺ ചെയ്ത് അല്ലെ 10 മിനിറ്റ് അല്ലെ കുറച്ച് മുമ്പ് ഷട്ട് ഡൗൺ ചെയ്ത സിസ്റ്റം ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ്. ഇനി നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്ന സമയത്ത് കറണ്ട് പോയി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത്, അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഡാറ്റ, നഷ്ടപ്പെടുന്ന മെമ്മറിയാണ് ഇത് റാം എന്ന് പറയുന്നത് അല്ലെ. ഡാറ്റ നഷ്ടപ്പെട്ടു പോകുന്നു, റാമിലെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വോളറ്റൈൽ മെമ്മറി അങ്ങനെ വരുമ്പോൾ ഇതെന്താവും? നോൺ വോളറ്റൈൽ മെമ്മറി. നോൺ വോളറ്റൈൽ ആണ് ആര്? റോം വരുന്നത്. ഓക്കെ, അപ്പം റാം ഇത് നമുക്ക് എപ്പോഴും മാറിപ്പോവും. റാം എന്ന് പറഞ്ഞൊരു വ്യക്തിന്റെ പേരല്ലേ, സീതാറാം. കേട്ടിട്ടില്ലേ പേര്? ഇല്ലേ? നമ്മളെയൊക്കെ മെമ്മറി ശരിക്കും എന്താണ്? വോളറ്റൈലാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ബുക്കിനോട് വിട പറയുന്ന, റെസ്റ്റ് എടുക്കുന്ന ഒരാഴ്ച അല്ലേ, പഠിച്ചൊക്കെ മറന്നുപോവില്ലേ? അല്ലെങ്കിൽ കുറെ മറക്കും, കുറെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഡൗട്ട് വരും ഇല്ലേ? അപ്പൊ നമ്മളെ മെമ്മറി എന്താണ്? ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി. റാം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, പഠിച്ചത് കുറച്ചേ മറന്നു, അപ്പൊ വോളറ്റൈലാണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ആ രീതി കണക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ റോം നോൺ വോളറ്റൈൽ എന്ന് കണക്ട് ചെയ്യാം. റോമിന്റെ ഡ്യൂട്ടി ബൂട്ടിംഗ് ആണ്. 2 O. നോൺ എന്ന് റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. 2 O വന്നല്ലോ. അങ്ങനെയും കണക്ട് ചെയ്യാം. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ഡ്യൂട്ടി ഇതെന്താണ് ചെയ്യുന്നത്? OSനെ ഉണർത്തുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുന്നു. ഓക്കെ, ഇനി റാം കുറെ തരത്തിലുണ്ട് കേട്ടോ. എസ് റാം ഉണ്ട്, ഡി റാം ഉണ്ട്, SD റാം ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും 3 സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് എന്താണ് ഡൈനാമിക് എസ് റാം സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, പിന്നെ SD റാം ഉണ്ട്, സിങ്ക്രണൈസ്ഡ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. റോം വരുമ്പോ അങ്ങനെ തന്നെ പി റോം ഉണ്ട് അല്ലെ, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഉണ്ടാക്കി ഉള്ള റോം ചിപ്പിലേക്ക് ഒറ്റ തവണ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, പിന്നെ മാറ്റാൻ പറ്റില്ല. അതന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി EPROM ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അത് ഇറേസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മായിച്ചിട്ട് ഇപ്പൊ ബോർഡിലൊക്കെ എഴുതി മായിക്കുന്നില്ല, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ EPROM ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് ഇലക്ട്രിക്കലി ഇറേസബിൾ, ഇലക്ട്രിസിറ്റിന്റെ സഹായത്താൽ നമുക്ക് ഇറേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി ഇവിടെ എങ്ങനെയാണ്? അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഡാറ്റ ഇറേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് UV EPROM എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ റോമിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫേം വയർ ആണ്. ഫേം വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും കോമ്പിനേഷൻ. ഫോർ എക്സാമ്പിൾ CD എല്ലാവരും കണ്ടിട്ടല്ലോ, അത് ഹാർഡ്വെയർ അല്ലേ, കാണാനും തൊടാനും പറ്റുന്നില്ലേ, ഹാർഡ്വെയർ ആണ്. ഇനി സോഫ്റ്റ്വെയറുമാണ്. അതിൽ നമ്മളൊരു ഫിലിം കയറ്റി ഇല്ലേ, ആ ഫിലിമാണ് അവിടെ എന്ത്? സോഫ്റ്റ്വെയർ ആണല്ലോ. അപ്പോൾ ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് എന്തറിയപ്പെടുന്നത്? ഫേം വയർ. ഈ CD DVD ഒക്കെ ഫേം വയർ ആണ്. പക്ഷെ നമുക്ക് കണ്ടറിയാലോ, ഈ റോമിലൊന്നും ചിപ്പ് നമ്മൾ കാണാത്തത് കൊണ്ട് ഇത് ഹാർഡ്വെയർ ആണോ സോഫ്റ്റ്വെയർ ആണോ എന്നൊക്കെ എപ്പോഴും ഡൗട്ട് ആയിരിക്കും. ഓക്കെ, ഇനി കണ്ടോ, ഇതാണ് റോമിന്റെ ചിപ്പ്. ഇതാണ് റാം ചിപ്പ്. നമ്മളെ സ്കെയിൽ പോലത്തെ ഒരു സാധനം, പച്ചയും കറുപ്പൊക്കെ ആയിട്ട് അല്ലെ. റോം ചിപ്പാണ് ഈ നമ്മൾ എന്താ ഇറക്കുന്ന ഒരു സാധനമില്ല മെഡിക്കലിരുന്ന്, അതിന്റെ ഒരു പിക്ചർ ഓർത്ത് നോക്കാം. ഇതാണ് റോമിന്റെ ചിപ്പ്. അപ്പൊ ഇത് കണ്ടാലാണ് ഹാർഡ്വെയർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല ഡാറ്റ ഉണ്ടെന്ന് നമുക്കറിയാം, അതുകൊണ്ടല്ലേ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പോ റാമും റോമുമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ക്ലിയർ ആണല്ലോ.
അപ്പൊ നമ്മൾ പ്രൈമറി മെമ്മറി റാം, റോം, കാഷ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡറി മെമ്മറിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ ഡിഗ്രി ലെവലിന്റെ PVQ ആണിത് അല്ലെ. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിൽ പെട്ടതാണ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടാപ്പ് ഓർ കാസറ്റ്. ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ പെട്ടതാണ് CD, DVD, ബ്ലൂറേ ഡിസ്ക്. പിന്നെ ഫ്ലാഷ് ആണ്, അർദ്ധചാലക സംഭരണി. അല്ലെങ്കിൽ നമുക്കൊരു ഡിഗ്രി ലെവലിന് ചോദിച്ചാണ് SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകളാണ് അത്. ഓക്കെ, നോക്കാം. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന താഴെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ. ഹാർഡ് ഡിസ്കും ഫ്ലോപ്പിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. കണ്ടില്ല? ഹാർഡ് ഡിസ്ക് ഒക്കെ കറുത്ത കളർ, ബ്ലാക്ക്, ആഷ് കളറിലെ കാണുമോ. നമ്മൾ ഫ്ലോപ്പി ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, കളറായിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ കേട്ടോ. ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, പണ്ടുണ്ടായതാണ്. അതിനൊക്കെ പകരമാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ CD ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ബ്ലാക്ക് കളറായിട്ടാണ് കാണുന്നത്. കാരണം അതിന്റെ പുറത്തൊക്കെ തന്നെ മാഗ്നറ്റിക് ഫിലിമിന്റെ കോട്ടിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് കറുത്തിട്ട് കാണുന്നത്. അപ്പം പിന്നെ വരുന്നതാണ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി, മാഗ്നറ്റിക് ടാപ്പ് അല്ലെങ്കിൽ കാസറ്റ്. മാഗ്നറ്റിക് ടാപ്പ് അല്ലെങ്കിൽ കാസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ടേപ്പ് റെക്കോർഡറില്ലേ, അതില് നിങ്ങൾ എന്താ പറയാ, കാസറ്റ് കണ്ടിട്ടുണ്ടോ? 2 ഓട്ടയൊക്കെ ആയിട്ട് ഫിലിമൊക്കെ പണ്ട് വലിച്ച് നടന്ന ഇല്ലേ, അത് പണ്ടത്തെ ഫസ്റ്റ് വന്ന എഡിഷനിൽ. അതിൽ സപ്പോസ് 10 പാട്ടുണ്ട് നോക്കോ, എനിക്ക് 10ാമത്തെ പാട്ട് കേൾക്കണം. എന്താ ഓപ്ഷൻ? കൈ കൊണ്ട് കറക്കാൻ പറ്റില്ല, ഫോർവേഡ് ഇല്ല, ബാക്ക്വേർഡ് ഇല്ല, ഒരു ഓപ്ഷനും ഇല്ല. എന്താ ചെയ്യാ? ക്ഷമയോടെ 9 പാട്ടും കേൾക്കുക അല്ലേ, അതല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 10ാമത്തെ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അത് ആ പ്രത്യേക സീക്വൻസിലേ പോകുള്ളൂ. ഇപ്പൊ 10 വയസ്സിലൊരു കുട്ടി എനിക്ക് നാളെ 50 വയസ്സാണെന്ന് നടക്കുവോ? ഇല്ലല്ലോ. അത് ആ സീക്വൻസിലേ പോകുള്ളൂ. സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ് മാഗ്നറ്റിക് ടാപ്പ് അല്ലെങ്കിൽ കാസറ്റ്. ബാക്കിയൊക്കെ തന്നെ എന്താണ്? ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ടാപ്പ്. സെക്രട്ടറി ടെസ്റ്റിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ബാക്കിയൊക്കെ തന്നെ എന്താണ്? ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. CD, DVD അങ്ങനെയുള്ളതൊക്കെ തന്നെ. ക്ലിയർ ആണല്ലോ. ഇനി ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഡാറ്റ റീഡ് ചെയ്യുന്നത് കാന്തിക ശക്തിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ആ പേരെങ്ങനെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. എവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ലേസർ രശ്മികളുടെ ഭാഗമായിട്ടാണ്. ലേസർ രശ്മികളുടെ സഹായത്തോടു കൂടി ഡാറ്റ 01 ആയി റീഡ് ചെയ്യുന്നു. കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷ 01 അല്ലേ, അതിലേക്ക് എത്തിക്കണം. ഇവിടെ കാന്തശക്തിയിൽ എന്ത് ചെയ്യുന്നു? റീഡ് ചെയ്യുന്നു. റീഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ശക്തി കുറഞ്ഞ ലേസർ ബീമുകൾ ഉപയോഗിച്ചിട്ട് പിറ്റ്സ് ആൻഡ് ലാൻസ് രൂപത്തിലാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. അപ്പൊ CD-യിലും DVD-യിലൊക്കെ റെഡ് ലേസർ ബീമും, ബ്ലൂറേ ഡിസ്കിന് മെമ്മറി കപ്പാസിറ്റി കൂടുതലാണ് അല്ലെ, അത് ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് ലേസർ രശ്മികളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫ്ലാഷ് മെമ്മറിൽ USB ഡ്രൈവ്, പെൻ ഡ്രൈവ് ഒക്കെയാണ് വരുന്നത്. അർദ്ധചാലക സംഭരണികളാണ്. ഈ മൂന്നിലും കമ്പയർ ചെയ്യുമ്പം ഏറ്റവും വേഗതയാർന്നത് ഫ്ലാഷ് മെമ്മറിയാണ്. കുറെ കാലം നിൽക്കുന്നതും ഫ്ലാഷ് മെമ്മറിയാണ്. ഇപ്പൊ പെൻ ഡ്രൈവ്, മൊബൈലിലെ മെമ്മറിയൊക്കെ അത്യാവശ്യം ചെറിയ തട്ടലും മുട്ടലൊന്നും വന്നു കഴിഞ്ഞാൽ അതെന്താകുന്നില്ല, ചീത്തയാകുന്നില്ല. അതേസമയം CD ഒക്കെ താഴെ കൊണ്ട് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അല്ലെ. പിന്നെ നമുക്ക് ഇവിടുന്ന് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെയൊക്കെ കപ്പാസിറ്റി ചോദിക്കും അല്ലെ, മെമ്മറി കപ്പാസിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പ്രൊസസ്സർ ഒരു ജോലി കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് ടൈം. ഇവിടെ നമ്മൾ പറഞ്ഞ് ഹാർഡ് ഡിസ്കിൽ നിന്നും ഡാറ്റ റാമിലേക്ക് എത്തുന്നു അല്ലേ. അപ്പൊ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ റാമിൽ എത്തിയിട്ടാണല്ലോ അത് പ്രോസസ് ചെയ്ത് പോകുന്നത്. ഇനി ഒരു ഡാറ്റ ഹാർഡ് ഡിസ്കിൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിലെ ഹാർഡ് ഡിസ്കിൽ എവിടെയാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാല്, ഹാർഡ് ഡിസ്കിനെ ട്രാക്കുകളും സെക്ടറുകളുമായി വിഭജിക്കുന്നു. ഹാർഡ് ഡിസ്കിനെ ട്രാക്കുകളും സെക്ടറുകളുമായി വിഭജിക്കുന്ന പ്രക്രിയയാണ് എന്തറിയപ്പെടുന്നത്? ഫോർമാറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാർഡ് ഡിസ്കിന്, അതായത് ഹാർഡ് ഡിസ്കിന് ട്രാക്കുകളും സെക്ടറുകളുമായി വിഭജിക്കുന്നു. അതാണ് ഫോർമാറ്റിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഹാർഡ് ഡിസ്ക് 2 സെക്ഷൻ ഉണ്ട്, ട്രാക്കും സെക്ടറും. അതാണ് ഫോർമാറ്റിംഗ്. നമ്മൾ വൈറസ് ഒക്കെ കയറി കഴിഞ്ഞാൽ ഫോർമാറ്റ് ചെയ്തെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണിത്. ഹാർഡ് ഡിസ്കിന് ട്രാക്കുകളും സെക്ടറുകളുമായി വേർതിരിക്കുന്ന പ്രക്രിയയാണ് എന്തറിയപ്പെടുന്നത്? ഫോർമാറ്റിംഗ്.
ഇനി ഡാറ്റ ഏത് ട്രാക്കിലാണെന്ന് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയമാണ് സീക്ക് ടൈം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ ഡാറ്റ രണ്ടെണ്ണത്തിലുണ്ടാവും അല്ലെ. ഏത് ട്രാക്കിലാണെന്ന് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയമാണ് എന്ത്? സീക്ക് ടൈം. കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കുന്നവിടെ നോക്കോളെ. ഇത് ഒരു ട്രാക്കാണ് T1, ഇത് മറ്റൊരു ട്രാക്കാണ് T2. XYZ എന്നുള്ളൊരു ഡാറ്റ എവിടെ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഡാറ്റ ഏത് ട്രാക്കിലാണെന്ന് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയമാണ് സീക്ക് ടൈം. ഏത് ട്രാക്കിൽ ആണെന്ന് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയമാണ് സീക്ക് ടൈം. അപ്പൊ ഏതിലാണ് കിടക്കുന്നത്? XYZ T1ലാണ് കിടക്കുന്നത്. ഡാറ്റ ഏത് സെക്ടറിലാണെന്ന് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയമാണ് ലാറ്റൻസി ടൈം. അപ്പം സെക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും കഷ്ണമാക്കുന്നു. ഇതൊരു കഷ്ണം, ഇത് S2, S1, S2, S3, S4. ഓക്കെ. അപ്പോൾ അതായത് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ബർത്ത്ഡേക്ക് ഒരു റൗണ്ട് ആയിട്ടുള്ള കേക്ക് വാങ്ങിച്ച്, റൗണ്ട് ആയിട്ടുള്ള കേക്ക് അത് ട്രാക്കാന്നിരിക്കുക. കുട്ടികളെയൊക്കെ ട്രാക്കിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഓടിക്കുക, ട്രാക്ക്. റൗണ്ട് ആയിട്ടുള്ള കേക്കിന്ന് ബർത്ത്ഡേക്ക് ഒരു ഫസ്റ്റ് പീസും കട്ട് ചെയ്തെടുക്കൂലേ, ആ കഷ്ണമാണ് സെക്ടർ. അപ്പം ചോദിച്ചിട്ടുണ്ട് സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ്? ഏതാണ്? സെക്ടർ. നമ്മളെ കൈ കിട്ടിയ കഷ്ണമാണ് ഏറ്റവും ചെറിയ കഷ്ണം. അങ്ങനെ കുറേ കഷ്ണങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ അതാണ് സെക്ടർ എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ആ സെക്ടർ നമ്മൾ മുറിച്ചെടുത്ത ഈ കഷ്ണം നമ്മളിങ്ങ് മുറിച്ചെടുത്താൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതെന്താ ഷേപ്പ്? പൈ ഷേപ്പ്. പൈനെ ഇങ്ങനെ എഴുതാം, അങ്ങനെയും കട്ട് ചെയ്യാം, ഇങ്ങനെയും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. പൈ ഷേപ്പാണ്. അപ്പൊ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ഏത്? സെക്ടർ. അപ്പൊ ഇത് ഏത് സെക്ടറിലാണ്? S1 എന്നുള്ള സെക്ടറിലല്ലേ ഈ ഡാറ്റ കിടക്കുന്നത്. S1 കിട്ടി. അപ്പൊ ട്രാക്കും സെക്ടറും കിട്ടി. ഇനി കിട്ടിയ ഡാറ്റേനെ ഹാർഡ് ഡിസ്കിന് റാമിലേക്ക് കൊടുക്കണ്ടേ? ഹാർഡ് ഡിസ്കിൽ എവിടെയെന്ന് കണ്ടുപിടിച്ചു. റാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ട്രാൻസ്ഫർ ടൈം. ഇനി മൊത്തത്തിൽ ഈ 3 സമയം കൂട്ടി കിട്ടിയാൽ കിട്ടുന്ന സമയമാണ് ആക്സസ് ടൈം എന്നറിയപ്പെടുന്നു. അതായത് സീക്ക് ടൈം പ്ലസ് ലാറ്റൻസി ടൈം പ്ലസ് ട്രാൻസ്ഫർ ടൈം ആണെന്ത്? ആക്സസ് ടൈം. ഇപ്പൊ നിങ്ങൾ സ്കൂളുകളിലേക്ക് കോളേജിൽ പോവാന്ന് വെച്ചോ, പണ്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയൊരു സമയം ഉണ്ടാവും. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി കോളേജിൽ ഇറങ്ങി, എന്നിട്ട് നടന്ന ക്ലാസ് റൂമിലേക്ക് വന്നു. അപ്പം എത്ര ടൈം എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ കോളേജിൽ എത്തിയ സമയം വരെ, അതാണ് ഇവിടെ ആക്സസ് ടൈം എന്നറിയപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സീക്ക് ടൈം എന്ന് പറഞ്ഞ ഡാറ്റ കറക്റ്റ് ഏത് ട്രാക്കിലാണെന്ന് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം. കെ സ്ട്രെസ് ചെയ്യുക, സീക്കിന്റെ കെയും ട്രാക്കിന്റെ കെയും. ലാറ്റൻസി എന്ന് പറഞ്ഞാല് സെക്ടർ കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം. റാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ട്രാൻസ്ഫർ ടൈം. മൊത്തത്തിലുള്ള സമയമാണെന്ത്? ആക്സസ് ടൈം. ഡൺ. ഓക്കെ. ഇനി The secondary storage device, namely hard disk, is നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതിലാണ് വരിക? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. ഒപ്റ്റിക്കലില് CD, DVD ഒക്കെ വരുന്നു. ഫ്ലാഷ് മെമ്മറിയില് എന്താണ്? പെൻഡ്രൈവ്, മൊബൈൽ മെമ്മറി ഒക്കെ വരുന്നു. ഓക്കെ. ഇപ്പൊ പ്രൈമറി മെമ്മറി നമ്മൾ കാണിച്ചു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാമിനും മെമ്മറിയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച ചിത്രമാണ്. ഇതാണ് ഹാർഡ് ഡിസ്ക്. കാണാത്തവർ കണ്ടോളൂ. ഹാർഡ് ഡിസ്കിൽ ഡാറ്റ റാം വഴി പ്രോസസ്സറിലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഡാറ്റ എന്തായിരിക്കും? ഭയങ്കര സ്ലോ ആയിട്ടാണ് ഡാറ്റ വരിക. ഓക്കെ. റാമിൽ എത്തിക്കഴിഞ്ഞാൽ റാം കുറച്ചും കൂടി സ്പീഡിൽ പ്രോസസ്സറിലേക്ക് കൊടുക്കും. ഇതിന്റെ ഉള്ളിലാണ് ആരുള്ളതെന്ന് ഓർക്കണം? രജിസ്റ്റർ. ഓക്കെ. അങ്ങനെയാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഇനി ക്യാഷ് വന്നപ്പോ നോക്കിയേ, ഹാർഡ് ഡിസ്കിൽ നിന്നും ഡാറ്റ റാമിലെത്തി. റാം ഇങ്ങോട്ട് വരണം അല്ലെ. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ റാമിലേക്ക് എത്തുന്നു. പ്രോസസ്സറിലേക്കാണ് എത്തേണ്ടത്. അപ്പൊ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഇവിടെ എത്തി, റാമിലെത്തിയ ഡാറ്റ റാം കുറച്ചും കൂടി വേഗതയിൽ ക്യാഷിന് കൊടുത്തു. ക്യാഷ് വന്ന ഡാറ്റനെ അപ്പൊ തന്നെ ഇങ്ങോട്ട് വിട്ടുകൊടുത്തു. എന്നിട്ട് പ്രോസസ്സറിന്റെ വേഗത കൂട്ടാനാണ് ഇവിടെ ആണുള്ളത് രജിസ്റ്റർ. പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെമ്മറി പ്രൈമറി മെമ്മറിയാണ്. രണ്ടും പ്രൈമറി തന്നെയാണല്ലോ. സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറി വഴി മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ, പ്രോസസ്സറിൽ എത്തുന്നുള്ളൂ. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ. Then which memory is known as volatile memory? പെട്ടെന്ന് പറഞ്ഞു, ഏതാണ്?
റാൻഡം ആക്സസ് മെമ്മറി റാം ആണ് അല്ലെ. ഇനി ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻടു ട്രാക്ക് ആൻഡ് സെക്ടർ ഈസ് നോൺ ആസ് ഏതാണ്? ഫോർമാറ്റിംഗ്. അപ്പൊ ഇനി എന്താണ് പ്ലേറ്റർ എന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്കിൽ ഉൾഭാഗം എങ്ങനെ ഉണ്ടാവുക, അതിനെ ആ ഒരു മാഗ്നറ്റിക് ഫിലിമിന്റെ കോട്ടിങ് വെച്ചത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒരു എന്താണ് റെക്ടാങ്കുലർ ഷേപ്പിലൊക്കെ കാണുന്നത്. അപ്പൊ ഇതൊരു പ്ലേറ്റർ എന്നാണ് അറിയപ്പെടുക. പ്ലേറ്റർ ഇങ്ങനെ ഇഷ്ടംപോലെ പ്ലേറ്റേഴ്സ് ഉണ്ട്. ആ പ്ലേറ്റേഴ്സിനെയാണ് എന്താണ് ട്രാക്ക് സെക്ടറൊക്കെ ആയിട്ട് വിഭജിക്കുന്നത്. ഇനി നമ്മളെ ഫ്ലോപ്പി ഡിസ്കും കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുമ്പോൾ റെക്ടാങ്കിൾ ആയിട്ട് ഉണ്ടാവുക. പക്ഷെ ഫ്ലോപ്പിന്റെ എന്താ പറയാ ഷേപ്പ് ചോദിച്ചാൽ റൗണ്ട് ഇൻ ഷേപ്പാണ്. സർക്കുലർ ഷേപ്പാണ്. മുകളിൽ മാഗ്നറ്റിക് ഫിലിമിന്റെ കോട്ടിങ് വരുന്നതാണ്. നമ്മൾ ഹാർഡ് ഡിസ്കിന്റെ പിക്ചർ നേരത്തെ കാണിച്ചു തന്നിട്ടില്ല. ഓക്കെ. ദെൻ കപ്പാസിറ്റി ഓഫ് സി ഡിന്റെ കപ്പാസിറ്റി 700 MB ആണ്. 650 to 750 MB ആണ്. അത് 5 റൗണ്ട് ചെയ്തിട്ടാണ് ഇവിടെ എന്തായത് 700 മെഗാബൈറ്റ് മെമ്മറി യൂണിറ്റ് ആണ്. ഇനി ഫ്ലോപ്പി ഡിസ്കിന്റെ മെമ്മറി കപ്പാസിറ്റി ആണ് 1.44 MB. 1.44 MB മെഗാബൈറ്റ് ആണ് വരുന്നത്. 1.44. ഇനി 1.44 CD കപ്പാസിറ്റി പറഞ്ഞു. DVD ആണ് 4.7 GB ജിഗാബൈറ്റ് ആണ്. ബ്ലൂറേ ഡിസ്ക് വരുമ്പോൾ ഫാസ്റ്റ് ആണ്, 25 GB ഉണ്ട്. ബ്ലൂറേ ഡിസ്ക് സിംഗിൾ ലെയർ ആണെങ്കിൽ 25, ഡബിൾ ലെയർ ആണെങ്കിൽ 50 വരും. അതിന്റെ ഇരട്ടി വരും. നോർമലി ചോദിച്ചു കഴിഞ്ഞാൽ 25 തന്നെയാണ് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തെറ്റിപ്പോണ്ട. ആദ്യത്തെ രണ്ടും ഏതാണ്? ഫ്ലോപ്പിയും CD-യും മെഗാബൈറ്റിൽ മെമ്മറി യൂണിറ്റിന്. ഇത് വരുമ്പോൾ എന്താണ്? രണ്ടും ജിഗാബൈറ്റ് ആണ്. CD-യും DVD. CD പലതരത്തിലുണ്ട്. CD നമ്മളിപ്പം CD വാങ്ങാൻ കടയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും, കടക്കാരൻ പറയും 10 രൂപേൻ്റെ CD ഉണ്ട്, 50 രൂപേൻ്റെ CD എന്ന് പറയും. നമ്മൾ 10 രൂപേൻ്റെ CD വാങ്ങിക്കും അല്ലേ. അതിൽ ഒറ്റത്തവണ നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു ഫിലിം കയറ്റി കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും നമ്മൾ ആ ഫിലിം തന്നെ കാണണം. അതാണ് CD-R അല്ലെങ്കിൽ റെക്കോർഡബിൾ അല്ലെങ്കിൽ CD വേം ഒക്കെ എന്നറിയപ്പെടുന്നത്. ഇനി RW ആണെങ്കിൽ എന്താണ്? റീറൈറ്റബിൾ ആണ്. അതുപോലെ തന്നെയാണ് എന്ത് DVD-യും വരുന്നത്. ആ റീറൈറ്റബിൾ നമുക്ക് എത്ര വേണമെങ്കിലും കയറ്റാൻ പറ്റും. ഇന്നൊരു ഫിലിം കയറ്റി നാളെ മറ്റൊന്ന് കയറ്റുമ്പോൾ അതെന്താ ഓവർ റൈറ്റ് ആയിട്ട് പോവാണ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വെരി ഹൈ സ്പീഡ് മെമ്മറിയിൽ 1ാം സ്ഥാനം പഠിച്ചു രജിസ്റ്റർ ആണ്. 2ാം സ്ഥാനത്താണ് ആരുള്ളത്? ക്യാഷ് ഉള്ളത്. 3ലാണ് റാം, 4ലാണ് റോം, 5ലാണ് സെക്കൻഡറി മെമ്മറി. കാണാൻ വലുപ്പമുള്ള മെമ്മറി ഏതാണ്? സെക്കൻഡറി മെമ്മറികളാണ്. പിന്നെ വലിപ്പം കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. ഏറ്റവും ചെറുത് വരുമ്പോൾ രജിസ്റ്റർ വരും. ഇതിപ്പം ഇവിടെ ഹാർഡ് ഡിസ്കും കൂടി ഓപ്ഷനിൽ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ കാണാൻ വലിപ്പമുള്ള ആരാണ്? ഹാർഡ് ഡിസ്ക് ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് പോകും തോറും വലിപ്പം കുറഞ്ഞു വരും. വലിപ്പം കുറയും. അതായത് ഇങ്ങോട്ടേക്ക് വരുന്തോറും വലിപ്പം കുറയും, വേഗത കൂടും, കോസ്റ്റും കൂടും അല്ലെ. വേഗത കൂടുമ്പോൾ കോസ്റ്റ് കൂടും. നമുക്ക് ഏറ്റവും വേഗതയാകുന്ന ട്രെയിനാണ് ഇത് വന്ദേ ഭാരത്. പേയ്മെന്റ് കൂടുതലല്ലേ. അതുപോലെ തന്നെയാണ് ഹാർഡ് ഡിസ്ക് വലിപ്പം കൂടുതലുണ്ട്. റാം വരുമ്പോൾ എന്താവും? വലിപ്പം കുറഞ്ഞു. ക്യാഷ് വരുമ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു. രജിസ്റ്റർ വരുമ്പോൾ നല്ലോണം കുറഞ്ഞു. ഓക്കെ. അതും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നതാണ്. ആക്സസ് ടൈം റിഫേഴ്സ് ടു പറഞ്ഞു നമ്മള് സീക്ക് ടൈം പ്ലസ് ലാറ്റൻസി ടൈം പ്ലസ് ട്രാൻസ്ഫർ ടൈം ആണ് ആക്സസ് ടൈം. ഏതാണ്? ടൈം റിക്വയർഡ് ടു ലൊക്കേറ്റ് ആൻഡ് റിട്രീവ് സ്റ്റോർ ഡാറ്റ അല്ലെ. അതിപ്പോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? റാം സെർവ്സ് ആസ് എ ടെമ്പററി സ്റ്റോറേജ് ഫോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ശരിയല്ലേ? റാമിൽ കുറച്ച് ടെമ്പററി അല്ലേ ഡാറ്റ. റോം ആണ് പെർമനന്റ് ആയിട്ട് കിടക്കുന്നത് അല്ലെ. റോം എന്ന് പറയുന്നത് നമ്മളെ റാങ്ക് ഫയൽ ഒക്കെ പോലെയാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അതേ റാങ്ക് ഫയൽ ചീത്തയില്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എഴുത്ത് മാഞ്ഞു എന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ റോമിൽ പോകുന്നില്ല, റാമിൽ പോകും അല്ലെ. ടെമ്പററി ആണ്. ശരിയാണ്. പിന്നെ വരുന്നത് SSD ഇസ് എ ടൈപ്പ് ഓഫ് വൊളറ്റൈൽ മെമ്മറി. അല്ല, വൊളറ്റൈൽ അല്ല. SSD എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഡ്രൈവ് ആണ്, നോൺ വൊളറ്റൈൽ ആണ് അല്ലെ. വെർച്വൽ മെമ്മറി ഈസ് യൂസ് ടു സ്റ്റോർ ബയസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ വെർച്വൽ ബയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോമിലാണ് വരുന്നത്, അത് വരില്ല. ഇനി റോം സ്റ്റോർസ് ഫേം വയർ അല്ലെ. അപ്പൊ റോം എന്ത് ചെയ്യുന്നുണ്ട്? ഫേം വയറുകളെ സ്റ്റോർ ചെയ്യുന്നു. ഹാർഡ്വെയറുമാണ് സോഫ്റ്റ്വെയറുമാണ്. നേരത്തെ പറഞ്ഞു PVQ ആണ് അല്ലെ. അപ്പൊ അത് രണ്ടുമാണ് ഇവിടെ ആൻസർ ആയിട്ടുള്ളത്. ഏതൊക്കെ? ഒന്നാമത്തതും ഡി, നാലാമത്തതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ് ടു സ്റ്റോർ ഡാറ്റ പെർമനന്റ്? ഇതില് ഡാറ്റ പെർമനന്റ് ആയിട്ട് ഏതാ ഉള്ളത്? റാം പെർമനന്റ് ആണോ? അല്ല. ഹാർഡ് ഡിസ്ക് പെർമനന്റ് ആണോ? ആണ് അല്ലെ. പിന്നെ പെർമനന്റ് ആയിട്ട് വരുന്ന ആരാ ഉള്ളത്?
ക്യാഷ് എന്ന് പറയുന്നതിൽ പെർമനന്റ് ആണോ? അല്ല. ക്യാഷ് തൽക്കാലത്തേക്കല്ലേ ഡാറ്റനെ വെക്കുന്നുള്ളൂ അല്ലെ. ഇനി DVD, എല്ലാ സെക്കൻഡറി മെമ്മറികളും എന്താണ്? പെർമനന്റ് മെമ്മറിയാണ്. അടുത്തത് ചൂസ് ദ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ സയന്റിസ്റ്റ്. നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതേതാണ്? ഇന്ത്യൻ നമ്മൾ ISRO വികസിപ്പിച്ചെടുത്താണ് പരം അല്ലെ, പാരലൽ മെഷീൻ എന്നറിയപ്പെടുന്നത്. ഇനി വിച്ച് among the following the fastest memory in a computer that hold information അല്ലെ. ഫാസ്റ്റസ്റ്റ് മെമ്മറി തന്നിട്ടുള്ളത് ഏത് തന്നെയാണ്? രജിസ്റ്റർ ആണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. The expansion of SSD related to memory devices. SSD solid state drive ആണ്. ഇതാണ് കറക്റ്റ്. നോക്കി ഇവിടെയൊക്കെ നോക്കിയേ, സോളിഡ് സ്റ്റോറേജ് ഡിവൈസ് എന്നൊക്കെയാണുള്ളത്. അപ്പൊ നന്നായിട്ട് വായിച്ചിട്ട് എഴുതണം. മിക്കതും ഇങ്ങനെ വരുമ്പം ഫസ്റ്റിലത്തെ തെറ്റാവാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. നെക്സ്റ്റ്, ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു ട്രാക്ക് ആൻഡ് സെക്ടർ ഈസ് നോൺ ആസ് ഫോർമാറ്റിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റി ഓഫ് CD നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 700 MB ആണ് വരുന്നത്. അപ്പൊ ഫ്ലോപ്പി ഡിസ്കിന്റെ കപ്പാസിറ്റി 1.44 MB യും CD വരുമ്പം 700 MB യും DVD-ന്റെ 4.7 GB യും ബ്ലൂറേ ഡിസ്കിന്റെ 25 GB യുമാണ്. വിച്ച് മദർ ബോർഡ് കമ്പോണന്റ് ഈ സ്റ്റോർ ദ സിസ്റ്റം ഫേംവെയർ ആൻഡ് സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ബയസ് ചിപ്പാണ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അത് നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ്? ബൂട്ടിംഗ് ഒക്കെയാണ് അതിൽ വരുന്നത്. വിച്ച് ഇൻപുട്ട് ഡിവൈസസ് ഈസ് കാപ്പബിൾ ഓഫ് റീഡിംഗ് ആൽഫബറ്റ്സ്, ക്യാരക്ടേഴ്സ് ആൻഡ് നമ്പേഴ്സ് പ്രിന്റഡ് ഓൺ പേപ്പർ അല്ലെ. ഏതാണ് വരുന്നത്? അത് OCR ആണ്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ദ സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം ദാറ്റ് temporarily store frequently used instructions and data for faster processing by a computer central processing unit. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന ഡാറ്റയെയും ഇൻസ്ട്രക്ഷനെയും നിയറസ്റ്റ് ലൊക്കേഷനിൽ കൊണ്ടുവെക്കുന്ന മെമ്മറിയാണ് ഇത്? കാഷ് മെമ്മറി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഹാർഡ്വെയർ പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഹാർഡ്വെയർ പാർട്ടിൽ നമ്മൾ വന്നിട്ട് എല്ലാ PYQs ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടുള്ളത് ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ, CPU, മെമ്മറി, പിന്നെ മദർ ബോർഡ്, പെരിഫറൽ ആൻഡ് പോർട്ടുകൾ. അപ്പൊ ഹാർഡ്വെയറിന്റെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഹാർഡ്വെയർ സെക്ഷനിൽ വന്നിട്ടുള്ള PYQs. അപ്പം നമ്മൾ ഹാർഡ്വെയറിനുള്ള ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ, CPU, അതുപോലെ തന്നെ മദർ ബോർഡ്, പെരിഫറലുകൾ ആൻഡ് പോർട്ടുകൾ. അപ്പൊ ഈ അടുത്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അത് ഏതെങ്കിലും ടോപ്പിക്കായിട്ട് ക്ലിയർ ഇല്ലാത്തോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മളെ മെന്റേഴ്സ് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം ബാക്കി ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.